പുഴയും കടന്നിലണമെങ്കിൽ വിശാലിൻ്റെ ഗുണ്ടകളെ തല്ലിച്ചതയ്ക്കുന്ന നമ്മുടെ കാവേരിയെയും വിനീതിനെയും ഗംഗയെയും നിവിനെയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് സ്ഥലങ്ങൾ മുഴുവനും നമ്മുടെ ഗംഗയും കാവേരിയും വിനീതും ഇറങ്ങി അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അപ്പോഴൊന്നും അവർക്ക് യമുനയെക്കുറിച്ചുള്ള ഒരു തെളിവോ ഒരു തുമ്പോ ലഭിക്കുന്നില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം യമുന എവിടെ പോയി കാണും എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ വിശാല് യമുനയെ ഭീഷണിപ്പെടുത്തുന്നതാണ് കാണാനായിട്ട് കഴിയുക. കൂടാതെ വിശാലാണെങ്കിൽ തൻ്റെ പദ്ധതിയെക്കുറിച്ച് യമുനയോട് പറയുന്നുണ്ട്. നിന്നെ ഞാൻ ഉപദ്രവിക്കുകയോ തല്ലുകയോ ഒന്നുമില്ല. അതായത് നീ ഇങ്ങനെ നിൽക്കണം, ഒരു രാത്രി ഇവിടെ ഉണ്ടാകണം. ഞാൻ നിന്നെ തൊടുക പോലുമില്ല, ഞാൻ തൊടാനുള്ള യോഗ്യത പോലും നിനക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ ഈ നാട് മുഴുവൻ നീ എൻ്റെ കൂടെ ഒരു രാത്രി ഇരുന്നു എന്നുള്ള വാർത്ത പടരുകയും ഒടുവിൽ എൻ്റെ അച്ഛനെ അന്ന് ആ സ്ഥലത്ത് വന്ന് കളിയാക്കിയില്ലേ, അതിന് പ്രതികാരമായിട്ട് നിങ്ങൾ എല്ലാവരും നിലത്ത് തൊടാതെ തൂങ്ങിക്കിടക്കുന്ന സീൻ കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് പറയുന്നു. ഇത് കാണാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ ഇവിടെ തട്ടിക്കൊണ്ടുവന്ന് പൂട്ടിയിട്ടിരിക്കുന്നത് എന്ന് പറയുന്നു. ഇതേ സമയം യമുനയോട് പറയുന്നുണ്ട്, ശബ്ദമുണ്ടാക്കരുത്, കരയരുത്, എന്നെ പ്രകോപിക്കരുത് എന്ന് പറയുന്നത് കാണാം. ഞാൻ നിന്നെ തല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ യമുനയാണെങ്കിൽ ഞാനൊന്നും മിണ്ടില്ല വിശാലേ എന്ന് പറഞ്ഞ് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ നിവിനാണെങ്കിൽ കാവേരിയെയും ഗംഗയെയും ആ വിവരം അറിയിക്കുന്നുണ്ട്. വിശാലിൻ്റെ കൂട്ടുകാരും വിശാലും ചേർന്നാണ് യമുനയെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് എന്നുള്ള ആ സത്യാവസ്ഥ നമ്മുടെ നിവിൻ അറിയിക്കുന്നു. ഒടുവിൽ അവരുടെ താവളം കണ്ടെത്തുകയും അവിടേക്ക് എത്തുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. ഒടുവിൽ നമ്മുടെ വിനീതാണെങ്കിൽ അവൻ്റെ കൂട്ടുകാരെ നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നുണ്ട്. നമ്മുടെ നിവിനും അത്ര മോശമൊന്നുമല്ല. നമ്മുടെ കാവേരിക്ക് വേണ്ടി നിവിനും നല്ല രീതിയിൽ തന്നെ പോരാടുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടെയാണെങ്കിലോ നമ്മുടെ വിശാല് അപ്പോഴേക്കും യമുനയെ ഒളിപ്പിക്കുന്നു. പുറത്തേക്ക് വരുന്നു. എൻ്റെ വീട്ടിൽ കയറി അതിക്രമം നടത്തുന്നോ എന്ന് ചോദിക്കുന്നു. ഒടുവിൽ എല്ലാവരും കൂടി ഇടിയാകുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. വിശാലിൻ്റെ കരണക്കുറ്റി നോക്കി ഗംഗയും കാവേരിയും ഒന്ന് അടിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. വിനീതും ഒന്ന് കൊടുക്കുന്നുണ്ട് എന്ന് കാണാം. എല്ലാത്തിനെയും ചവിട്ടിക്കൂട്ടുന്ന നിവിനെയും കാണാൻ സാധിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.